ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? 2 ദിവസമായി തോന്നുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഷോർട്സൊക്കെ വിട്ടിട്ടും 2 ദിവസത്തിന് മുകളിലായിട്ടോ. അപ്പോൾ ഇതാ രാവിലെ മുതൽ പിറ്റേ ദിവസം വരെയുള്ള വീഡിയോസൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത് ചൊവ്വാഴ്ച രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാ ചോറിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത് പരിപ്പും പിന്നെ പടവലങ്ങയും കറി വെക്കുകയാണ്. പിന്നെ മുരിങ്ങയുണ്ട്, കഴിഞ്ഞ ദിവസത്തേക്ക് അനില തന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ മുരിങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് മുരിങ്ങയും കൂടി തോരനും ഉണ്ടാക്കും, പിന്നെ പരിപ്പും പടവലങ്ങയും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഞാൻ ആദ്യം എന്നും ചെയ്യണ പോലെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ ഇനി അരിയൊക്കെ കഴുകി ഇടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇപ്പുറത്ത് ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാടമുട്ടയുണ്ട്, നമ്മുടെ സാധാ മുട്ടയും അതും കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വിശേഷം കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുന്ന സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാനത് പറയുള്ളൂ എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉള്ള വീഡിയോസാണ് ബുധനാഴ്ച വരെയുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. 2 ദിവസത്തെ വീഡിയോ ഇതിൽ കാണിക്കണം എന്താണെന്നുള്ളത് ഞാൻ പറയാട്ടോ. അപ്പോൾ ഇന്ന് കറി ഞാൻ പറഞ്ഞല്ലോ, പടവലങ്ങയും പരിപ്പും തക്കാളിയും പച്ചമുളകും കീറിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് വെള്ളമായി പോകരുത്, തേങ്ങ അരച്ചിട്ട് വേണം വെക്കാൻ. തേങ്ങ അതുപോലെ തന്നെ ഒരുപാട് തേങ്ങ അരയ്ക്കരുത്, കുറച്ച് തേങ്ങ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മൾ കുക്കറിൽ കറി വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. 2 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. തേങ്ങ നമ്മളെ തോരത്തിലേക്കും വേണം, പിന്നെ കറിക്കും വേണം. അപ്പോൾ കുറച്ച് തേങ്ങ ഫ്രിഡ്ജിൽ ഇങ്ങനെ ചിരകി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ തേങ്ങ കൂടുതലായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ചേ പാടുള്ളൂ. അപ്പോൾ തേങ്ങ എടുത്തു, 2 ചെറിയുള്ളി ഇട്ടു, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അരച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര കുറച്ചാണ് തേങ്ങ ഉള്ളതെന്ന്. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല തണുത്ത വെള്ളത്തിലേക്ക് മുട്ട ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മുട്ടത്തോടൊക്കെ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ചു. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇറക്കി വയ്ക്കട്ടെ. അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു സമയം കൊണ്ട് നമുക്ക് തോരനൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തു. ഇനി മുരിങ്ങയില ഇട്ടിട്ട് മുരിങ്ങാത്തോരൻ ഉണ്ടാക്കുകയാണ്. ഇല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്നിങ്ങോട്ട് ചൂട് തട്ടിച്ചെടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ചട്ടി നിറച്ചുണ്ടായിരുന്നു മുരിങ്ങയില, ചൂട് തട്ടിയപ്പോഴത്തേക്കും അത് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനെല്ലാം മുരിങ്ങ എടുത്തിട്ടില്ല, കുറച്ച് മുരിങ്ങയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എപ്പോഴും കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മൾ തോരത്തിലേക്കുള്ള പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയൊന്ന് ചതച്ചെടുത്തു കേട്ടോ. എന്നിട്ട് മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തേങ്ങയും മുരിങ്ങയൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ അധികം നേരമൊന്നും ഞാൻ അടുപ്പത്ത് വെക്കണില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. മുരിങ്ങയിൽ ഒരുപാട് വെന്ത് പോയാൽ ഒരു കയ്പ്പായിരിക്കും. അപ്പോൾ നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ കുക്കറിൽ ആവിയൊക്കെ പോയി ഇതൊക്കെ തുറന്നു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള തേങ്ങയും ചെറുള്ളിയും കൂടെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ആ പാത്രം കഴുകിയിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുവും കരിവേപ്പിലയും ഇട്ടിട്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ഈ ഒരു എണ്ണയിലൊന്ന് ഇടട്ടോ. എന്താണെന്ന് വെച്ചാൽ കറിയിൽ ഒന്നും കൂടി ഒരു മഞ്ഞ കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു ഓവറായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കറിയും റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്, മുരിങ്ങാത്തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചുമോൾക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ ഇങ്ങനെ അത് എല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങളാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ മസാലകളും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ കറിയായി, അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ തോരൻ റെഡിയായി, അതും പാത്രം മാറ്റി വെച്ചു. ഇനിയൊരു ഫ്രൈയും കൂടെ റെഡിയായാൽ ആ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. പക്ഷേ ചപ്പാത്തിനും ഗോതമ്പ് പൊടി ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ബോട്ടിലേക്ക് തട്ടിയിട്ട് എടുക്കണം നിന്നായിരുന്നു. പക്ഷേ ആ ഒരു പൊടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം എല്ലാ പൊടിയും ഞാൻ കളഞ്ഞു കേട്ടോ.
പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ അതൊന്നും എടുക്കാനൊന്നും നിന്നില്ല, കാരണം ആ ഒരു സമയം കുറേ സമയം പോയിട്ട് അവിടെ. പിന്നെ കുറച്ച് കരിങ്ങാരി വെള്ളത്തിന് വെള്ളം വെച്ചതാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. വൈകുന്നേരം ഞങ്ങൾ പൊട്ടിക്കൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കണത്. അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കലിലെത്തി. കുറേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വിശേഷമുണ്ട്. രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി തന്നെ ഇരുന്നെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ സവോള അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. മക്കൾ തത്തയ്ക്ക് പൂച്ചേനെ പട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മുറ്റത്തൊരു പൂച്ച വന്നിട്ട് അതിനെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തത്ത. നമുക്കിവിടെ ആദ്യം തന്നെ പൊട്ടിക്കല്ല് വിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. അത് ചത്തുപോയി. ഹണി എന്നിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഹണീനെ പോലെ തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഹണീൻ്റെ കഴുത്തിലൊരു മാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനിടയിൽ 1-2 പേരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പഴവും മുട്ടയും നാടൻ മുട്ടയും അല്ലാതെ കടയത്തെ സാധാ മുട്ടയും എല്ലാം ഉണ്ട്. പിന്നെ ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താണ് വിശേഷം അല്ല കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കിച്ചുമോള് വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് നമ്മളെ വീട്ടിൽ നടക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കാണിക്കണത്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. 6 മണിയാകുമ്പോഴത്തേക്കും പൂക്കോടുംപാടത്ത് പൂവ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുല്ലപ്പൂവ്. അപ്പോൾ ഞാൻ 5:45 ആയപ്പോൾ പൂക്കോടുംപാടത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കടയിലൊക്കെ നല്ല ലേറ്റ് ഉണ്ട്. 6 മണി 6:15 ആയി തോന്നുന്നുണ്ട് അപ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എടുത്തതാണ്. മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കൂല കേട്ടോ, നല്ല വിലയാണ്. കാണാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് മുല്ലപ്പൂവൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവിടെ സവോളയൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ചിക്കൻ ബിരിയാണിയും പിന്നെ ബിരിയാണി കഴിക്കാത്തവർക്ക് കുറച്ച് ചോറും കുറച്ച് വെറും ചോറ് കുറച്ചും സാമ്പാറും ഉപ്പേരി പപ്പടം അച്ചാർ പിന്നെന്താ തൈര് ഉള്ളിത്തൈര് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെറും ചോറിനുള്ള കുറച്ച് വെള്ളമൊക്കെ വെറും ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാനങ്ങനെ ഫുള്ളായിട്ട് എടുക്കണമൊന്നുമില്ല കേട്ടോ. എല്ലാം കാരണം ഞാൻ എടുക്കാൻ നിൽക്കുകയും ഒക്കെ കൂടെ നടക്കൂല. അതിൻ്റെ ഇടയിൽ കിച്ചുമോളെ മഞ്ഞൾ വെച്ച് നിർത്തിയപ്പോൾ കിച്ചുമോൾ പറയുന്നുണ്ട് അമ്മ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പഴയ പോലെ നല്ല കുട്ടിയൊക്കെ അതൊക്കെ ഒരു മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ളൊന്നും ഡീറ്റെയിലും കാണിക്കണില്ല, എന്നാൽ കുറച്ച് എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുഴയിലൊക്കെ വന്നിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞത് കേട്ടോ. കിച്ചുമോളെ കുളിപ്പിക്കാൻ വേണ്ടി പുഴയിലൊക്കെ വന്നതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുളിയും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അവളും സമ്മതിക്കില്ല അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നാലും നമ്മുടെ ചെറിയൊരു വിശേഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ വിചാരിച്ചു. അതിനിടയിൽ ഇത് കിച്ചുമോളേക്ക് ഒന്ന് ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അവളെ വലിയച്ഛൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഡ്രസ്സ് വാങ്ങാനും അവൾക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ എടുത്തതാണ് കേട്ടോ, ഒന്ന് തയ്ച്ചതാണേ. ഒരു പിന്നെ എടുത്തിട്ട് തയ്ച്ചതാണ്, ഇങ്ങനെ ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ അവളെ നോക്കണം, അവളെ ഒരുക്കാൻ നിൽക്കണം. അപ്പോൾ അവളെ ചേച്ചിയുമാണ് ആദ്യം റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവ് നിൽക്കണില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ മുല്ലപ്പൂവൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിയും കഴിഞ്ഞ് ഇറങ്ങി. അമ്മ പുറത്ത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകണുണ്ട്. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പായസം ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളൊരു എന്താ പറയുക ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ പായസവും പിന്നെ വെറുംചോറ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ചോറ് കുറച്ചേ വെച്ചുള്ളൂ, അതായത് 2 പേരെ മാത്രമേ ഉള്ളൂ, അമ്മമ്മേൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ വെജ് കഴിക്കുന്നവർ, ബാക്കി എല്ലാവരും നോൺ വെജ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇത് തോരനാണ് കേട്ടോ, ഉപ്പേരി തോരനല്ല ഉപ്പേരിയാണ്. പായസമൊക്കെ കുറച്ചുണ്ട്. അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, കുറച്ച് പരിപാടി നമ്മളെ എന്താ പറയുക ബന്ധുക്കൾ മാത്രം, അങ്ങനെ വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ഒരു സന്തോഷം കൊണ്ടാണ് നമ്മൾ പറയണത്, പക്ഷെ അവരും വിചാരിക്കും വെറുതെ എങ്ങനെ പോവാന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാ അമ്മമ്മയും ആൻറ്റിയും അമ്മയ്ക്കടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വെയിറ്റ് ചെയ്യണം, 2 പേരൊക്കെ വരാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്നുണ്ടെന്ന് അപ്പോൾ അവരെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പല ഇതുമായിരിക്കും, സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ വലിയ ചടങ്ങുകളോ ആചാരങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. തത്തേൻ്റെ വേറെ രീതിയിലായിരുന്നു,
കാരണം അന്ന് ഓരോ വല്യമ്മയും വലിയച്ഛക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രീതിയിലാണ് അന്നത്തത് നടത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ അമ്മമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അമ്മയും പറയുന്നുണ്ട് അവരതൊക്കെ വലിയ പരിപാടിയായിരുന്നു എന്നുള്ളതൊക്കെ. കാരണം ഇപ്പം അങ്ങനെ കുട്ടികളങ്ങനെ പറയാൻ പോലും സമ്മതിക്കില്ല, അങ്ങനെയായിരിക്കും, അവർക്ക് മടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. എന്ന് വീഡിയോ ഞങ്ങൾ ചെയ്തതൊക്കെ കുറച്ചൊക്കെ ഞാൻ നമ്മുടെ ക്യാമറയിലാണ്ട് പകർത്തി അതെല്ലാവരും കാണുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10 സ്ഥലത്ത് 10 ആചാരങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കേ. അല്ല രാധിയമ്മയെ ഇവളെ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞിരുന്നു, എൻ്റെ അമ്മായിയമ്മ പറഞ്ഞിരുന്നേ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ പേര് പറഞ്ഞു. അവരാണോലോ കുളിപ്പിച്ച് കുട്ടീനെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ കലവരോട് ശരിക്കും മനസ്സിലാവില്ല. കിണ്ടി ഉണ്ടല്ലോ, കിണ്ടീൻ്റെ അകത്ത് ശരിക്കും ഇങ്ങനെ ഇലയിൽ ഓരോ സാധനങ്ങൾ പൊതിഞ്ഞിട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മൊന്ത വെച്ചു. ആ മൊന്തയിലേക്ക് വാഴേൻ്റെ ഇലയിൽ ഒന്നിൽ കുരുമുളക്, ഒന്നിലൊരു പൊതിയിൽ നെല്ല്, പിന്നെ വേറെ ഒന്നിൽ സ്വർണം, പിന്നെ വേറെ ഒന്നിൽ പിന്നെ മുളക്, വറ്റൽ മുളക്, അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് കിണ്ടിയിലാണല്ലോ വെക്കേണ്ടത്. അപ്പോൾ കിണ്ടി ഇല്ലാത്ത പകരം നമ്മളൊരു ഇതിൽ വെച്ചു. ഇങ്ങനെ കെട്ടിയിട്ട് ഇതിലിട്ടിട്ട് കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ കറക്കിയിട്ട് കൈയിട്ട് കറക്കിയിട്ട് അതിനൊന്ന് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് എനിക്ക് ശരിക്കും അറിയുന്നില്ല. ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്മമ്മയോട് ചോദിക്കേണ്ടത് ഇതൊക്കെ സത്യത്തിൽ എന്താണിത്, എല്ലാവരും ചോദിക്കേണ്ടത് എന്താണ് അങ്ങനെ ചെയ്താൽ, എന്താണ് ഇങ്ങനെ ഓരോന്ന് കിട്ടിയാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും കൈ കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ സ്വർണ്ണം മാത്രം കിട്ടാൻ പാടില്ല എന്നാണ് അവർ പറയണത്. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്വർണ്ണം കിട്ടിയാലാണ് നല്ലത് അല്ലേ, അത്രയും വിലയാണല്ലോ. അപ്പോൾ ഇതാ സ്വർണ്ണം കിട്ടരുത്, പിന്നെ ബാക്കിയൊക്കെ കിട്ടിയ ഓരോന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സോ അങ്ങനെ എന്താ പറയുക സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുന്നിൽ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളത് വെക്കുകയാണ്, എല്ലാം ഒന്നും വെക്കണമെന്നില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കണ്ടു നോക്കും. അപ്പോൾ ഓരോരുത്തർ എന്നിട്ട് കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് മധുരം കൊടുക്കുക, പിന്നെ എല്ലാവരും എന്താണോ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതും കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. മറ്റൊരെ കാണാനല്ലോ 1 മണി ഫോണെന്നെ എടുക്കണില്ല, മെസ്സേജ് അയച്ചിട്ട് അതിനൊരു മറുപടി ഇല്ല. ആര് കൈയടിയോ കുത്തുകളെ അഞ്ഞു ഒരു കയ്യിലെടുക്ക്, വലത്തെ കൈ ഉണ്ട് ഒന്നിലെടുക്ക്, കുലുക്കണ്ടേ, ഇളക്കിക്കട കയ്യേറ്റ് എന്നിട്ട് ഒന്നിലെടുക്കും, ഒറ്റ ഒന്നെടുക്ക്. തപ്പിയാണ് അരി നല്ലതല്ലേ, അരിയാണ്. ഓക്കെ, നല്ല അടയാളം. നീക്കി അമ്മ മധുരം കൊടുക്കമ്മ, മധുരം കൊടുക്കും കുറച്ച് മതി. കാരണം തന്നെ പായസം ഇഷ്ടമല്ല. അരി അമ്മ ആ തിരി ഒന്ന് മുന്നേക്ക് വെച്ചു കൊടുക്കമ്മ, കുട്ടിയെ തിരി ഒന്നും കൂടെ നീക്കി കൊടുത്തു. അതിൻ്റെ വേറെ ഐറ്റം, ഇത് വേറെ ഐറ്റം. ജയ് കൊടുക്കാൻ ഞാൻ മോതിരം എടുത്തു, ഞാൻ ആ പെട്ടെടുത്തു, മോതിരത്തിന് പെട്ടെടുത്തു. ഒരു മോതിരം കൂടി ഇല്ലല്ലോ, ചോൻ ഉള്ളു കൊടുത്താൽ മതി. കള്ളത്തരത്തിന്റെ ശരിയാണ്. കൊടുക്കടി കുട്ടിക്ക് മധുരം കൊടുക്കടി, വീഡിയോ കൊടുക്കിട്ടോ. മധുരം കൊടുക്കും, മധുരം എല്ലാവരും കൊടുക്കും. ആന്റി കൊടുത്തോ ഞാൻ കണ്ടല്ലോ.
അതിന്റെ എടുത്തു വീഡിയോ എടുത്തില്ലേ അതിനൊരു കാര്യം ചെയ്യാം. പിന്നെ അവളെ ചേച്ചി കൊടുക്കണമെന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ. അവള് വീഡിയോ എടുക്കണ്ട കേട്ടോ അമ്മ പറഞ്ഞിട്ട് എടുത്തില്ല. പിന്നെ മാമേൻ്റെ മോളും അവളെ ഹസ്ബൻഡൊക്കെ കുറച്ച് ലേറ്റായിട്ടാട്ടോ വന്നത്. പിന്നെ അവരത് കൊടുത്തു, അവരും കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് തത്തേൻ്റെ അന്ന് ഒരു കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ സ്വർണ്ണത്തിന് ഇത്ര വിലയൊന്നും ഇല്ലല്ലോ. അവൾക്ക് സ്വർണ്ണമാണ് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നത്, സ്വർണ്ണം അതുപോലെ തന്നെ ഡ്രസ്സും. ഇവൾക്ക് ഒരുപാട് കഴിക്കാനുള്ളതും കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവൾക്ക് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പൈസയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വർണ്ണം, പിന്നെ ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയും കൊണ്ട് വല്ലാതെ ആരും ജ്വല്ലറീൻ്റെ ഭാഗത്തേക്കൊന്നും പോകില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും വരികയും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കണ്ടല്ലോ. ഫുഡ് കഴിക്കണം അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായി. പിന്നെ എല്ലാവരും അമ്മമ്മയും ആൻറ്റിയും പിന്നെ ചെറിയമ്മായിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമേൻ്റെ മക്കൾ ഇന്നിവിടെ സ്റ്റേ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിനി ഇന്ന് ഇവിടുന്ന് പോകണില്ല, നാളെ രാവിലെയാണ് വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണമെന്ന് മറന്നു പോകരുത്. പിന്നെന്താ ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ പുഴയിലൊക്കെ പോയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. പുഴയിലൊക്കെ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. പിന്നെ കുറേ ദിവസമായി നമുക്ക് ലൈവൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്ത ദിവസം അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.